പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജയരാജൻ, സംഘടനയുടെ ജനറൽ സെക്രട്ടറി ദേവി ഉൾപ്പെടെയുള്ള സമാരാധ്യരായ നേതാക്കളെ, യുവജന സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഇന്ന് ഒരു പുതിയ അധ്യായം ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരത്ത് രാജഭവന് മുമ്പ് വരെ റഹീമിൽ നിന്ന് ആരംഭിച്ച് VP ജയരാജൻ അവസാനിച്ച അണമുറിയാത്ത ഈ മനുഷ്യച്ചങ്ങല, പല സ്ഥലത്തും മനുഷ്യച്ചങ്ങലയല്ല മനുഷ്യ മതിലായി, കോട്ടയായി, ഒരു ഉജ്ജ്വലമായ ഒരു സമരം എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുന്നതിനുതകുന്ന രീതിയിലൊരു ജനകീയ ശക്തിയായി ഇവിടെ ഓരോ മേഖലയിലും സമാപിക്കുകയാണ്. ഡിവൈഎഫ്ഐ ഉയർത്തിയ മുദ്രാവാക്യം സംബന്ധിച്ചെല്ലാം അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രാസംഗിക എന്ന നിലയിലുമൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ആ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, ഇവിടെ പ്രമുഖരായ നേതാക്കൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഈ രാജഭവന്റെ മുമ്പിൽ ഒത്തുചേർന്ന ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് ശേഷമുള്ള ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുക. ഈ വൈഎഫ്ഐ തീരുമാനമെടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്താൻ തീരുമാനിച്ചതാണ് ഈ മനുഷ്യച്ചങ്ങല തീർക്കാനുള്ള സമരം. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ഈ കേരളത്തിലുള്ള മുഴുവൻ വർഗ ഭോജന പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം ഒറ്റക്കെട്ടായി ഈ വൈഎഫ്ഐ ആഹ്വാനം ചെയ്ത മനുഷ്യച്ചങ്ങലയിൽ ഞങ്ങളും അണിചേരുമെന്ന പ്രഖ്യാപനത്തോടെ അതൊരു ജനകീയ മനുഷ്യച്ചങ്ങലയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ ഉയർത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വെല്ലുവിളി, ഇപ്പോൾ കേരളത്തോട് എന്തോ അവഗണന എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തോടുള്ള അവഗണന എന്ന് പറഞ്ഞാൽ കൃത്യമായ അർത്ഥം എന്താ? കൃത്യമായ അർത്ഥം ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ നമുക്കാവുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ പറഞ്ഞതാണ്, വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകും. പെൻഷൻ നൽകാനാവുന്നില്ല. ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷനുകളുടെ എല്ലാം തുക ഇപ്പൊ 1600 അത് വർദ്ധിപ്പിക്കും. കൊല്ലം വർദ്ധിപ്പിക്കാനുള്ള ആലോചനയായിരുന്നു മുമ്പ് നടത്തിയിരുന്നത്. സാധിക്കുന്നില്ല. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വികസനപരമായ നിരവധിയായ പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് ലഭിക്കേണ്ടിയിരിക്കുന്ന ഏതാണ്ട് 64,000 കോടിയുടെ വിഹിതവും അതുപോലെ തന്നെ കുടിശ്ശികയായി കിടക്കുന്ന പണവും ഈ കേരളത്തിന് ലഭിച്ചാൽ ഈ കേരളത്തിന്റെ ചിത്രം മാറും. UDFകാർ പറയുന്നത് പോലെ, BJPക്കാർ പറയുന്നത് പോലെ ഈ പ്രയാസമൊന്നും ഈ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിസന്ധിയും ഈ കേരളത്തിലില്ല. മാത്രമല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ വളരെ കരുതലോടുകൂടിയാണ് കേരളം മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ച് ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങൾ തരില്ല, അങ്ങനെ കേരളം വളരണ്ട, മാനുഷിക പരിഗണനയോടുകൂടി നീതി ആയോഗിന്റെ എല്ലാ പ്രധാനപ്പെട്ട സൂചികയിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളം അങ്ങനെ ഒരു മാതൃകയായി ലോകത്തിന്റെ മുമ്പിൽ ഉയരേണ്ടതില്ല എന്ന നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക ഉപരോധവും നമ്മുടെ വളരെ ശ്രദ്ധേയമായ പദ്ധതികൾക്ക് അനുവാദം നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ജനങ്ങൾ തന്നെ തിരിച്ചറിയുകയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ എല്ലാം ചേർന്ന് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് ഓരോ കേന്ദ്രത്തിലും എത്തിച്ചേർന്നത്.
ആ എത്തിച്ചേർന്നവരോട് കേരളം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി സംവേദിച്ചപ്പോൾ ഒരുപാട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പരാതികൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. പരാതികൾ സമർപ്പിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി വരും, കൃത്യമായ നിലപാട് വരും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന അവരുടെ ആവശ്യവും അവരുടെ വിഹുലതയും എല്ലാം ചേർത്ത് ഗവൺമെന്റിന്റെ കയ്യിൽ എത്തിച്ചിട്ടുള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല മുൻഗണനയോടുകൂടി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒരു അപേക്ഷ കൊടുത്തതല്ല, ഒരു പരാതി കൊടുത്തതല്ല. ആ പരാതിക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം കണ്ട് അതിനെല്ലാം കൃത്യമായ മറുപടിയും കൃത്യമായ തീരുമാനവും ഉണ്ടാവത്തക്ക രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ്. ഇതെല്ലാം ഈ ഇന്ത്യയുടെ ജനാധിപത്യ സമൂഹത്തിന്റെ ചരിത്രത്തിലെ പുതിയ അധ്യായമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെ കൃത്യമായിട്ട് പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ അധ്യാപകർക്ക്, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് കൊടുക്കേണ്ട ഡി എ കുടിശ്ശികയാണ്, 10-18% കുടിശ്ശികയാണ്. എങ്ങനെയാണ് കൊടുക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 64,000 കോടിയാണ് കേരളത്തിൽ ഒരു കൊല്ലം കിട്ടേണ്ടത്, കിട്ടുന്നില്ല. 1,07,500 കോടി രൂപ ഇതിനകം ഈ കേരളത്തിന് നഷ്ടമായിട്ടുണ്ട്. 1,07,500 കോടി രൂപയുടെ നഷ്ടം ഈ കേരളത്തിലെ ഗവൺമെന്റിന് കഴിഞ്ഞ 7.5 കൊല്ലക്കാലം കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് മുമ്പോട്ടേക്ക് വെച്ച മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി മുമ്പോട്ടേക്ക് പോകാനുള്ള ശേഷി ഈ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിനെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഡിവൈഎഫ്ഐയും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സാധാരണ ജനങ്ങളും എല്ലാം കേന്ദ്രത്തെ നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന 8-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എംഎൽഎമാരും എംപിമാരുമെല്ലാം ഡൽഹി മാർച്ചിലേക്ക് പോവുകയാണ്. മറ്റ് വിവിധ ബിജെപി ഏതര ഗവൺമെന്റുകളുടെ മുഖ്യമന്ത്രിമാരോടും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളോടും ഈ വിശാലമായ ഒരു സമരത്തിന്റെ പ്രത്യേകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോഴും തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കത്തെഴുതി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത് കേരളത്തിലെ ഗവൺമെന്റിനെ മാത്രം ബാധിക്കുന്നതല്ല, ബിജെപി ഏതര ഗവൺമെന്റുകളെ മുഴുവൻ ഈ സാമ്പത്തിക ഉപരോധത്തിൽപ്പെടുത്തി രാഷ്ട്രീയമായ ലക്ഷ്യം നേടുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതൊന്നൊരു പ്രശ്നമല്ല. വരുന്ന ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രത്തിന്റെ തുടർച്ചയിൽ വരുന്ന ഹിന്ദുത്വ അജണ്ടയിലേക്ക് ജനങ്ങളുടെ മനസ്സ്, ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ ജനകീയ പ്രശ്നങ്ങളെല്ലാം മറച്ച് നമുക്ക്, അതായത് ബിജെപിക്ക് ഹിന്ദുത്വ അജണ്ടയിലൂടെ ഈ രാഷ്ട്രത്തെ, അതിന്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെ, ഈ ഭരണഘടനയെ, അതുപോലെ ഫെഡറൽ സംവിധാനത്തെ എല്ലാം തകർത്ത് ഒരു പുതിയ രാജ്യം, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ, നമ്മളെല്ലാം വളരെ ഗൗരവത്തോടുകൂടി കാണുന്നത് പോലെ ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് അവരെന്ന കാര്യം നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. ഇതിനെല്ലാം എതിരായിട്ട് ജനകീയ പ്രസ്ഥാനം തന്നെയാണ് വഴി. വർഗീയവൽക്കരിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് ഒപ്പം തന്നെയാണ് കേരളത്തിലെ നമുക്കെല്ലാം അറിയുന്ന പ്രതിപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന യുഡിഎഫ് ഉള്ളത്, യുഡിഎഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഉള്ളത്. കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായ ഡിവൈഎഫ്ഐയുടെ മനുഷ്യചങ്ങല പ്രതിഷേധം, അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചതാണ് കണ്ടത്. നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.